2016 സെപ്റ്റംബർ 18 പുലർച്ചെ 5 മണി. ഇന്ത്യൻ സൈനിക യൂണിഫോം ധരിച്ച 4 പേർ സൈനിക താവളത്തിനുള്ളിലൂടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ആരുടെയും കണ്ണിൽ പെടരുത് എന്ന വണ്ണം നടന്നു നീങ്ങുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നോണം കയ്യിലെ ഗ്രനേഡ് എടുത്തെറിയുന്നു. 8 മാസം മുന്നേ നടന്ന പത്താൻകോട്ടിലെ സൈനിക ബേസിലെ ആക്രമണത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ രാജ്യം മറ്റൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. 2000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പത്താൻകോട്ടിലെ സൈനിക താവളത്തിലേക്ക് 6 ഭീകരർ കടന്നുകയറി ഇന്ത്യൻ സൈനികരെ വധിച്ച സംഭവം രാജ്യത്തെ ഭീകരരെ സൈന്യം വധിച്ചെങ്കിലും രാജ്യസുരക്ഷ വലിയ ചോദ്യചിഹ്നമായി മാറി. കനത്ത സുരക്ഷയിലുള്ള സൈനിക താവളത്തിൽ കടന്നുകയറി സൈനികരെ വധിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യസുരക്ഷയിൽ വിള്ളൽ വീണിരിക്കുന്നുവെന്ന് എല്ലാവരും കടുത്ത സുരക്ഷയുള്ള സൈനിക താവളത്തിന്റെ ഗതി ഇതാണെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷയാണുള്ളതെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു. രാജ്യമൊട്ടാകെ കടുത്ത സമ്മർദ്ദത്തിലായി. പ്രതിപക്ഷ പ്രതിഷേധവും മാധ്യമ ചർച്ചകളും സർക്കാരിനെ ആകെ സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യ ഇതിന് കനത്ത മറുപടി നൽകുമെന്ന് എല്ലാവരും കരുതി. ഡൽഹി സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ തണുപ്പൻ പ്രതികരണം ജനങ്ങളെ അമ്പരപ്പിച്ചു. നമ്മുടെ അതിർത്തി കടന്നെത്തി 21 സൈനികരുടെ വിലപ്പെട്ട ജീവനെടുത്ത ക്രൂരതയ്ക്ക് മറുപടി നൽകാതെ രാജ്യം പിന്മാറുമോ എന്ന് എല്ലാവരും ചോദിച്ചു. തുടർച്ചയായുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ പതറിപ്പോയെന്ന് ഭീകരരും കരുതി കാണും. എന്നാൽ അന്ന് ഡൽഹിയിലെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിലെ വാർ റൂമിൽ വീണത് ഒരു തീപ്പൊരിയായിരുന്നു. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിക്കായുള്ള തീപ്പൊരി. ദോഗ്ര ബീഹാർ റെജിമെന്റിലെ 21 സൈനികരുടെ ജീവനെടുത്ത മാപ്പില്ലാത്ത പ്രവൃത്തി കഴിഞ്ഞ് 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. രാജ്യം സാധാരണ എന്ന പോലെ ചലിച്ചു തുടങ്ങി. ഉധംപൂർ സൈനിക ബേസിൽ നിന്നും ഒരു കോൾ വരുന്നു. മറുതലക്കൽ കേണൽ മൈക്ക് ടാങ്കോ. നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട അദ്ദേഹം താനും തന്റെ സഹപ്രവർത്തകരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയെന്ന സന്തോഷത്തോടെ അതിവേഗം തന്റെ ക്യാമ്പിലേക്ക് നടന്നകന്നു. ഇന്ത്യൻ അതിർത്തികളിലെ സൈനികരെ ആക്രമിക്കുകയും BSF സൈനികരുടെ തലവെട്ടിയെടുക്കുന്നതും കശ്മീരിലെ സർപഞ്ചുമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതുമായ പല കൈവിട്ട പ്രവൃത്തികൾ പാക് ഭീകരർ ചെയ്തിട്ടും അന്നോളം രാജ്യം തക്ക മറുപടി നൽകാതെ പോന്നു. അന്നോളം കടിച്ചമർത്തിവെച്ച രോഷം മുഴുവൻ പുറത്തുവിടാൻ ഇതാ ഒരവസരം കൈവന്നിരിക്കുന്നു. തിരിച്ചടിക്കായുള്ള ദൗത്യത്തിൽ ബാരാമുള്ളയിലെ ദോഗ്ര ബീഹാർ റെജിമെന്റിലെ സൈനികരെ തന്നെ മൈക്ക് ടാങ്കോ ഒപ്പം കൂട്ടി. ഗാദക് ഫോഴ്സ്, പാരാ സ്പെഷ്യൽ കമാൻഡോസ് തുടങ്ങി 25 അംഗ സംഘം ഓപ്പറേഷനായി തയ്യാറെടുത്തു. ഓപ്പറേഷന്റെ ഒരു ദിവസം മുന്നെയാണ് ഉന്നത അധികാരികൾക്ക് പോലും ദൗത്യത്തിന്റെ പൂർണ്ണ രൂപം നൽകിയത്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ്, ആർമി ചീഫ് തുടങ്ങിയ ഉന്നതർ ഉൾപ്പെട്ട ഈ കൂടിക്കാഴ്ച പാക് ഭീകരർക്കുള്ള തിരിച്ചടിക്കായുള്ള ആദ്യപടിയായി. സെപ്റ്റംബർ 29 പുലർച്ചെ 12:30 തന്നെ സൈനികർ സജ്ജരായി നിന്നു. തുടർന്ന് അവർ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് പുറപ്പെട്ടു. ശേഷം LOC കടന്ന് പാകിസ്ഥാനിലേക്കും. സൈനികർ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപേ തന്നെ റോയുടെ ചാരന്മാരും ഇസ്രായേൽ നിർമ്മിത ആളില്ലാ ചാരവിമാനവും സ്ഥിതിഗതികൾ അറിയിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കമാൻഡോസ് പാകിസ്ഥാൻ മണ്ണിലിറങ്ങി. ഉടൻ തന്നെ സ്മോക്ക് ഗ്രനേഡുകൾ ഉപയോഗിച്ച് വലിയ പുകമറ സൃഷ്ടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പാതി ഉറക്കത്തിൽ ഭീകരർ പുറത്തേക്കോടി. എന്നാൽ അവരെ കാത്ത് ഇന്ത്യൻ കമാൻഡോസ് ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് പുറത്തേക്കിറങ്ങിയ ഭീകരരെല്ലാം അവർ വെടിവെച്ചിട്ടു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ ഭീകരർക്ക് തിരിച്ചടിക്കാനുള്ള സാവകാശം ലഭിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം കത്തിച്ച കമാൻഡോസിന്റെ ഷൂട്ടിംഗ് പ്രാക്ടീസ് നടക്കവേ തന്നെ അണ്ടർ ബാരൽ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണം കൂടിയായപ്പോൾ ഒരു നിലവിളിക്കുള്ള സമയം പോലും കിട്ടാതെ ഭീകരർ ചത്തുവീണു. എന്നാൽ ദൗത്യത്തിന് ശേഷം സൈന്യം തിരികെ പോയില്ല. സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് മറഞ്ഞിരുന്നു. കാരണം ഈ വിവരമറിഞ്ഞ പാക് റേഞ്ചേഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സ് ഇവിടേക്ക് എത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവശേഷിക്കുന്ന ബുള്ളറ്റുകൾ അവർക്കായി കാത്തുവച്ച് സൈന്യം ക്ഷമയോടെ നിലയുറപ്പിച്ചു. അധികം വൈകാതെ തന്നെ റേഞ്ചേഴ്സിന്റെ ഒരു സംഘം സ്ഥലത്തെത്തി. തീയും പുകയുമായി പരസ്പരം കാണാൻ കഴിയാത്ത ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ വെടിയുണ്ടകൾ അവർക്ക് നേരെ പാഞ്ഞു. 4 പാട് നിന്നും ഒരേ സമയത്തുള്ള ആക്രമണം പാക് റേഞ്ചേഴ്സിനെയും നിലംപരിശാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ തീവ്രവാദികളെ വധിക്കുകയും അവരുടെ സൈനിക താവളങ്ങൾ ചുട്ടിച്ചാമ്പലാക്കുകയും ചെയ്ത് അഭിമാനത്തോടെ ഇന്ത്യൻ സൈനികർ മടങ്ങി. 45ഓളം ഭീകരർക്ക് പുറമെ ബാക്കപ്പിനായി എത്തിയ പാക് റേഞ്ചേഴ്സിനെ കൂടെ കാലപുരിക്കയച്ച ഇന്ത്യൻ സൈനികർ ഉദ്ദേശിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ തീർത്തു മടങ്ങി.
ഈ ഓപ്പറേഷൻ കഴിയുന്നതുവരെ പ്രധാനമന്ത്രി, രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ്, പ്രതിരോധ മന്ത്രി, സൈനിക മേധാവി തുടങ്ങിയവർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ദൗത്യത്തിൽ ഓരോ സൈനികന്റെയും ഹെൽമറ്റിൽ നൈറ്റ് വിഷൻ ലൈവ് ക്യാമറ കൂടെ ഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ഭരണാധികാരികൾ ശത്രുക്കളെ ഭസ്മമാക്കുന്നത് കണ്ടത്. ആക്രമണ വിവരമറിഞ്ഞ് റാവൽപിണ്ടിയിലെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പാഞ്ഞെത്തിയ പാകിസ്ഥാൻ സൈന്യം കത്തിയെരിയുന്ന ഭീകരരുടെ താവളവും അവിടെവിടെ മരിച്ചു കിടക്കുന്ന ഭീകരരെയുമാണ്. ഒട്ടും വൈകാതെ തന്നെ അവർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. കാരണം ഈ വിവരം പുറത്തറിഞ്ഞാൽ പാക് സൈന്യത്തിന് തന്നെ നാണക്കേടായിരുന്നു. ഇന്ത്യ ഈ ഓപ്പറേഷൻ തികച്ചും രഹസ്യമാക്കി വെച്ചെങ്കിലും പാകിസ്ഥാൻ പ്രസിഡന്റ് നവാസ് ഷെരീഫ് ഒരു പത്രസമ്മേളനത്തിൽ ഇന്ത്യ നൽകിയ ഈ തിരിച്ചടിയെക്കുറിച്ച് അറിയാതെ തങ്ങളുടെ അതിർത്തി കടന്നു വന്ന് ആക്രമിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. തുടർന്ന് ഇന്ത്യ തന്നെ ഇത് സ്ഥിരീകരിച്ചുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ എന്നത് ഒരിക്കലും നമ്മുടെ ശത്രു രാജ്യമല്ല. ആ രാജ്യവും അവിടുത്തെ ജനതയും നമുക്ക് വേണ്ടപ്പെട്ടവർ. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും, രാജ്യത്തിനകത്തു നിന്നോ പുറത്തുനിന്നോ പ്രവർത്തിച്ചാലും അവർക്കെല്ലാം തിരിച്ചടി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു സൈന്യം നമുക്കിന്നുണ്ട്. അവർക്ക് പിന്തുണയായി കോടിക്കണക്കിന് വരുന്ന ജനതയും ഈ രാജ്യത്തുണ്ട്.